أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ. ആ തിരുവചനങ്ങൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടെ നമ്മൾ കഴിഞ്ഞ 20 ദിവസങ്ങളിലായി നടത്തിവരുന്ന ഹദീസ് പഠന ക്ലാസ്സാണ് ഇന്നതിൻ്റെ 21ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ വിഷയം വിശുദ്ധ ഖുർആനാണെങ്കിൽ, അത് കഴിഞ്ഞാൽ പിന്നെ നാം സ്വീകരിക്കേണ്ട രണ്ടാമത്തെ വിഷയം അവിടുത്തെ തിരുവചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമുക്ക് നൽകിയത് വിശാലവും അതിമഹത്തായിരിക്കുന്ന വിശദീകരണങ്ങളുമാണ്. അത് പ്രവാചകന്റെ ജീവിതത്തിലൂടെ, പ്രവാചകന്റെ വാക്കുകളിലൂടെ, പ്രവാചകന്റെ മൗനസമ്മതങ്ങളിലൂടെ ഒക്കെ നമുക്കത് ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചറിയാൻ നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നാം ഇതിനു മുമ്പ് ഉള്ള ഒരു ഹദീസ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നും പ്രവാചകൻ കൂട്ടിപ്പറയുന്നില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനെ പോലെ തന്നെ മുസ്ലിം സമൂഹം മുറുകെ പിടിക്കേണ്ട ഒന്നാണ് വിശുദ്ധമാക്കപ്പെട്ട ഹദീസ്. ആ ഹദീസ് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർബന്ധമായ കാര്യം തന്നെയാണ്. പലരും അതിനെ വിസ്മരിച്ചു പോകുന്നതിൽ നമുക്ക് അതിയായ ഖേദമുണ്ട്. ആ വിശാലമായിരിക്കുന്ന വിജ്ഞാനത്തിന്റെ സാഗരത്തിലേക്കും നമ്മളത് മുഴുവൻ നീന്തി തുടിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് സാധിക്കില്ല. എങ്കിലും അതിൻ്റെ ഓരം ചേർന്ന്, അതിൻ്റെ ഓരത്ത് കിടക്കുന്ന ഒരു പൂഴിമണലായിട്ടെങ്കിലും മാറാൻ നമുക്ക് സാധിക്കണമെന്ന് നാം ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരമൊരു സംരംഭത്തിന് മുതിരുന്നത്. എനിക്ക് പഠിക്കാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുമുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് 21ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരുപാട് അതിൻ്റെ പകുതി പോലും നമ്മൾ പറഞ്ഞു എത്തിയിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞുകൊണ്ടുവന്നത് ആ വിശുദ്ധമാക്കപ്പെട്ട ഹദീസ് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്
ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബായിരുന്നു കഴിഞ്ഞ 20 ദിവസങ്ങളിലായിട്ട് നാം പറഞ്ഞത്. ഇന്ന് 29ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. അധ്യായം 56 വിശപ്പിന്റെ മഹത്വവും ലളിത ജീവിതത്തിന്റെയും മഹത്വത്തെക്കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, അവർക്ക് സജ്ജനങ്ങൾക്ക് ശേഷം ദുഷിച്ച ഒരു സംഘം വരും. അവർക്ക് എന്ന് പറഞ്ഞത് സജ്ജനങ്ങൾക്ക് ശേഷം ദുഷിച്ച ഒരു സംഘം വരും. അവർ നിസ്കാരം പാഴാക്കുകയും ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്യും. അക്കാരണത്താൽ ഗൈ എന്നു പേരുള്ള നരകത്തെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്തവരൊഴികെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരുടെ പ്രതിഫലത്തിൽ അല്പം പോലും കുറയ്ക്കപ്പെടുകയില്ല. മറിയം 59-60 സൂറത്തുകളിൽ 59-60 ആയത്താണ് ഈ പറഞ്ഞത്. അങ്ങനെ അവൻ ഖാറൂൻ തന്റെ ജനതയുടെ മുമ്പിൽ ആഡംബരത്തോടെ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് ഭൗതിക ജീവിതം മാത്രം അഭിലഷിക്കുന്ന ആളുകൾ പറഞ്ഞു, ഖാറൂന് ലഭിച്ചതുപോലെയുള്ളത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയം അവനൊരു മഹാഭാഗ്യവാൻ തന്നെ. ജ്ഞാനം നൽകപ്പെട്ടവർ പറഞ്ഞു, നിങ്ങളുടെ സ്ഥിതി പരിതാപകരം തന്നെ. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവന് ഉത്തമം അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. ഖസസ് 79-80 ആയത്ത്. നിശ്ചയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അന്ത്യനാളിൽ നിങ്ങളോട് ചോദിക്കുന്നതാണ്. തകാസുർ 8 ആയത്ത്. ഭൗതിക ജീവിതം മാത്രം ഉദ്ദേശിക്കുന്നവരിൽ നാം ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ചത് വേഗത്തിൽ കൊടുക്കും. പിന്നെ നരകമാണ് അവന് നിശ്ചയിച്ചിട്ടുള്ളത്. നിന്ദനും നീചനുമായി അവനതിൽ പ്രവേശിക്കുന്നതാണ്. ഇസ്രാ 18. എങ്ങനെയുണ്ട്? ഭൗതിക ജീവിതം ഉദ്ദേശിക്കുന്നവന് അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വേഗം കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നെ എന്താ ചെയ്യുക? ലാസ്റ്റ് അവനക്ക് നരകം കൊടുക്കും. അപ്പൊ ചില ആളുകൾക്കൊക്കെ ഇസ്ലാമിനെ ധിക്കരിച്ച് നടന്ന ചില ആളുകളൊക്കെ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടപ്പിൽ വരുത്തും. ലാസ്റ്റ് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം അവന് സമ്മാനമായിട്ട് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ വിഷയവുമായി വന്നിട്ട് ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രതിപാദിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞത് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി 491 ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അവിടുത്തെ കുടുംബം 2 ദിവസം തുടർച്ചയായി ബാർലിയുടെ റൊട്ടി വയറു നിറയെ കഴിച്ചിട്ടില്ല. ബുഖാരി 9478, മുസ്ലിം 2970-22 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഉർവ റളിയല്ലാഹു അൻഹു നിവേദനം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എന്റെ സഹോദരി പുത്ര, അല്ലാഹുവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ തീ കത്തിക്കാത്ത നിലയിൽ 3 മാസത്തെ ചന്ദ്രപ്രവി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 3 മാസത്തെ ചന്ദ്രപ്പിറവി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 3 മാസത്തെ അഥവാ മാസം ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. 3 ചന്ദ്രപ്പിറവി 3 മാസം ഉദിക്കാന്ന് പറയില്ലേ, അത് 3 മാസം ഉദിക്കുക, അങ്ങനെ ഉദിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ സഹോദരി, പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാരക്കയും വെള്ളവും മാത്രം. പക്ഷേ കറവക്ക് കൊടുക്കുന്ന ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഉടമസ്ഥരായ ചില അൻസാരി അയൽക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. കറവക്ക് കൊടുക്കുന്ന ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഉടമസ്ഥരായ ചില അൻസാരി അയൽക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അവർ അതിന്റെ പാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തയക്കും. അവിടുന്ന് അത് ഞങ്ങൾക്കും കുടിക്കാൻ തരുമായിരുന്നു.
ബുഖാരി 11,251, മുസ്ലിം 2,972 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് ജീവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച ജീവിതം കണ്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച ജീവിതം കണ്ടില്ലേ? അവിടുത്തെ ഭാര്യമാര് ജീവിച്ച ജീവിതം കണ്ടില്ലേ? എങ്ങനെയാണ് അവരൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് വിശുദ്ധമാക്കപ്പെട്ട പുണ്യമേന് പോലും പുണ്യ ശരീരം പോലും പട്ടിണി കഴിച്ചല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? എല്ലാ സുഖ സൗകര്യങ്ങളും വേണമെങ്കിൽ ഒരു നിമിഷം അല്ലാഹുവോട് ചോദിച്ചാൽ അല്ലാഹു നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ദുനിയാവിലെ സുഖമല്ല വലിയ സുഖമെന്ന് ഉദ്ദേശത്തോടു കൂടെ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച ആ ജീവിതമുണ്ടല്ലോ സഹോദരങ്ങളെ, ആ ജീവിതമാണ് നമുക്കും വേണ്ടത്. നമ്മളും ആ ജീവിതത്തെയാണ് ആശിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പണമുണ്ട്, നമുക്ക് സുഖിക്കാനുള്ള വകയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുഖിക്കാൻ നിൽക്കണ്ട. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് സദഖ ചെയ്യാൻ നാം സന്നദ്ധരാവണം. സഹോദരങ്ങളെ, ചിന്തിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിലാക്കട്ടെ നമ്മുടെ ജീവിതം. ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഈ കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടമാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ചുട്ടുവേവിച്ച ആട്ടുമാംസം ഭക്ഷിക്കാനിരുന്ന ഒരു സംഘത്തിനരികിലൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നുപോയി. അവർ അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അത് തിന്നാൻ കൂട്ടാക്കാതെ പറഞ്ഞു. ബാർലിയുടെ റൊട്ടി ഭക്ഷിച്ചു വയറ് നിറക്കാതെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവസം വെടിഞ്ഞത്. അതുകൊണ്ട് ഞാനും അതുപോലെയാകട്ടെ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ പറയണ്ട്, സദഖ ചെയ്താൽ ആരെങ്കിലൊക്കെ തന്നാൽ നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാമെന്ന്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഭക്ഷിച്ചത് അതേപോലെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാൻ ആഗ്രഹിച്ചത്. 9478 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഇഹലോകവാസം വെടിയുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീൻമേശപ്പുറത്ത് വെച്ച് ഭക്ഷിച്ചിട്ടില്ല, മാർദ്ദവമുള്ള റൊട്ടി ഭക്ഷിച്ചിട്ടില്ല. മറ്റൊരു നിവേദനം, രോമം നീക്കം ചെയ്ത് തോലോടുകൂടി പാകം ചെയ്ത ആട്ടുമാംസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ കണ്ടിട്ട് പോലുമില്ല. പ്രായം കുറഞ്ഞ ആടുകളെ രോമം നീക്കി തോലോടുകൂടി പാകം ചെയ്ത് ഭക്ഷിക്കുന്നത് സമ്പന്നരായ അറബികളുടെ സമ്പ്രദായമായിരുന്നു അക്കാലഘട്ടത്തിൽ. ഇന്നും അത് തന്നെയല്ല അവസ്ഥ. ഇന്നൊരാടിനെ അങ്ങനെ പിഴുങ്ങിയിട്ട് ബിരിയാണിന്റെ മുകളിൽ വെച്ചിട്ട് കഴിക്കുന്ന അറബികളെ നമുക്ക് കാണാം. സഹോദരങ്ങളെ, എന്നാൽ അല്ലാഹുവിന്റെ റസൂല് അങ്ങനെയൊന്ന് കണ്ടിട്ട് പോലുമില്ലെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി 11,239 251 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം, വയറു നിറക്കാൻ താണയിനം കാരക്ക പോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ പ്രവാചകനെ കണ്ടിട്ടുണ്ട്. മുസ്ലിം 2978 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് മുതൽ ഇഹലോകവാസം വെടിയുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിച്ചെടുത്ത ആരം കണ്ടിട്ട് പോലുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അരിപ്പകൾ ഉണ്ടായിരുന്നില്ലേ എന്നാരോ ചോദിച്ചപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനായത് മുതൽ വഫാത്ത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിപ്പ കണ്ടിട്ടേ ഇല്ല. വീണ്ടും ചോദ്യമുണ്ടായി, അരിക്കാത്ത ബാർലി എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷിച്ചിരുന്നത്? ഞങ്ങളത് പൊടിച്ചു അതിൽ ഊതും, അപ്പോൾ പാറുന്നത് പാറിപ്പോകും, അവശേഷിക്കുന്നത് ഞങ്ങൾ കുഴച്ച് ശരിപ്പെടുത്തും. ബുഖാരി 9478 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ പകല് അല്ലെങ്കിൽ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വയലിലെ ഈ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങാൻ കാരണം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ,
വിശപ്പാണ് കാരണം. അവർ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെ സത്യം, നിങ്ങളെ പുറത്തിറക്കിയ അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടും തന്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അവരിരുവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. അവർ ഒരു അൻസാരിയുടെ വീട്ടിലെത്തി. അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ സ്വാഗതമോദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഭർത്താവ് എവിടെയാണെന്ന് ആരാഞ്ഞു. ശുദ്ധജലം അന്വേഷിച്ച് പോയതാണെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അൻസാരി തിരിച്ചു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ്, എനിക്കിന്ന് ലഭിച്ചതിനേക്കാൾ ഉത്തമരായ അതിഥികൾ മറ്റാർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് കടന്നു. പച്ചയും പഴുക്കാറായതുമായ ഈന്തപ്പഴങ്ങളുള്ള ഒരു കുല കൊണ്ടുവന്ന് ഇത് കഴിച്ചാലും എന്നവരോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരു കത്തിയെടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കറവുള്ളതിനെ സൂക്ഷിക്കണേ എന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹം ഒരു ആടിനെ അറുത്ത് പാകം ചെയ്തു. അവർ ആട്ടിറച്ചിയും ഈന്തപ്പഴവും തിന്നു, വെള്ളം കുടിക്കുകയും ചെയ്തു. വയറ് നിറയുകയും ദാഹം തീരുകയും ചെയ്തപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത അല്ലാഹുവാണ്. അന്ത്യനാളിൽ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കിയത് വിശപ്പായിരുന്നു. എന്നിട്ട് ഇത്രയും മഹത്തായ അനുഗ്രഹം ലഭിക്കാതെ നിങ്ങൾക്ക് മടങ്ങേണ്ടി വന്നില്ലല്ലോ. മുസ്ലിം 20:38, തിർമിദി 2370 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാലിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഉത്ബ റളിയല്ലാഹു അൻഹു ബസറയുടെ അമീറായിരിക്കെ ഒരു പ്രസംഗം ചെയ്തു. അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഭൗതിക ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് തന്നെ നമ്മെ അറിയിക്കുകയും അതിവേഗം അത് പിന്നിട്ടുകൊണ്ടിരിക്കുകയുമാണ്. പാനം ചെയ്യുന്നവൻ പാത്രത്തിൽ ബാക്കി വെക്കുന്ന അത്രയും നിസാരമായത് മാത്രമേ ഇനി അതിൽ അവശേഷിക്കുന്നുള്ളൂ. നിശ്ചയം നിങ്ങൾ ഇവിടെ നിന്ന് അനശ്വരമായ ലോകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പക്കലുള്ളതിൽ ഏറ്റവും ഉത്തമമായതുമായാണ് നിങ്ങൾ പോകേണ്ടത്. നിശ്ചയം നരകത്തിന്റെ വക്കിൽ നിന്ന് ഒരു കല്ലെറിഞ്ഞാൽ 70 കൊല്ലം കഴിഞ്ഞാലും അത് നരകത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ടാവില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവാണ്. ആ നരകം നിറക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിൽ ആശ്ചര്യമുണ്ടോ? സ്വർഗത്തെ സംബന്ധിച്ചും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്വർഗ കവാടത്തിന്റെയും വിശാലത 40 വർഷത്തെ ദൂരമാണെന്നും അത് തിങ്ങി നിറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്നും നിങ്ങൾക്കറിയില്ലേ? അന്നൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 7-ൽ ഒരാളായിരുന്നു ഞാൻ. വൃക്ഷങ്ങളുടെ ഇലകളല്ലാതെ അന്ന് ഞങ്ങൾക്ക് ആഹാരമുണ്ടായിരുന്നില്ല. അത് ഭക്ഷിച്ച കാരണത്താൽ ഞങ്ങളുടെ വായിൽ വ്രണമുണ്ടായി. അന്ന് എനിക്കൊരു പുതപ്പ് കിട്ടി. ഞാനും സഅദും അത് മുറിച്ചെടുത്തുണ്ടാക്കി ധരിച്ചു. എന്നാൽ ഇന്ന് ഞങ്ങളെല്ലാം ഓരോ നഗരത്തിന്റെ ഭരണാധികാരികളാണ്. ഞാൻ എന്റെ മനസ്സ് വലിയവനും അല്ലാഹുവിങ്കൽ നിസാരനുമായി തീരുന്നതിനെ തൊട്ട് അല്ലാഹുവിൽ അഭയം തേടുന്നു. എന്റെ മനസ്സിൽ വലിയവനും അല്ലാഹുവിങ്കൽ നിസാരനുമായി തീരുന്നതിനെ തൊട്ട് അല്ലാഹുവിൽ അഭയം തേടുന്നു. മുസ്ലിം 2967 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം. ആയിഷ റളിയല്ലാഹു അൻഹു കട്ടിയുള്ള ഒരു ഉടുമുണ്ടും പുതപ്പും എടുത്ത് കാണിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ 2 വസ്ത്രങ്ങളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ബുഖാരി 10:235, മുസ്ലിം 20:2080 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അസ്ത്രമെയ്ത അറബികളിൽ ഒന്നാമനാണ് ഞാൻ. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒന്നിച്ച് യുദ്ധത്തിന് പോയിരുന്നു. ഇനന്ത മരത്തിന്റെ ഒരിനം മുൾച്ചെടിയുടെയും ഇലകളല്ലാതെ ഞങ്ങൾക്കന്ന് ഭക്ഷണമായൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഭക്ഷിച്ചത് കാരണം ഞങ്ങളുടെ കാഷ്ടം ആടിന്റേത് പോലെ ആയിത്തീർന്നു. അത് പരസ്പരം ഒട്ടിച്ചേരില്ലായിരുന്നു. ബുഖാരി 11:242, 247, മുസ്ലിം 2966 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ഭക്ഷണം കഷ്ടിച്ച് ജീവിക്കാൻ ഉതകുന്നതാകണമേ. എങ്ങനെ? അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ഭക്ഷണം കഷ്ടിച്ച് ജീവിക്കാൻ ഉതകുന്നതാകണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ബുഖാരി 11:251.
മുസ്ലിം 1055/4/2281 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവാണേ, ആരാധനക്കറിയാൻ അവൻ മാത്രമേയുള്ളൂ. വിശപ്പിന്റെ കാഠിന്യം മൂലം ഞാൻ വയറ് നിലത്തമർത്തി വെച്ച് കിടക്കാറുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാനാവാത്തതിനാൽ ചിലപ്പോൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഞാൻ ജനങ്ങൾ പോകുന്ന വഴിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി വന്നു. എന്നെ കണ്ടയുടനെ അവിടുന്ന് പുഞ്ചിരിച്ചു. മുഖലക്ഷണത്തിൽ നിന്ന് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവിടുന്ന് അബൂ ഹുറൈറ എന്ന് എന്നെ വിളിച്ചു. അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങയുടെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പ്രതിവചിച്ചപ്പോൾ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുമ്പിൽ നടന്നു. ഞാൻ പിന്നാലെ നടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് കയറിയപ്പോൾ ഞാൻ അകത്തു കടക്കാൻ അനുവാദം ചോദിച്ചു. അനുവാദം ലഭിച്ചപ്പോൾ ഞാനും അകത്തു കയറി. അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പാൽ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടുന്ന് വീട്ടുകാരോട് ഈ പാൽ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. വീട്ടുകാരെ പറഞ്ഞു, താങ്കൾക്ക് ഒരാൾ ഹദിയ നൽകിയതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ എന്ന് എന്നെ വിളിച്ചു. താങ്കളുടെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ പ്രതികരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ അഹ്ലു സുഫയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ. അഹ്ലു സുഫ ഇസ്ലാമിലെ അതിഥികളാണ്. അവർക്ക് വീടോ സമ്പത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. സകാത്തിന്റെ ധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നാൽ അത് അവർക്ക് കൊടുത്തയക്കും. അതിൽ നിന്ന് അവിടുന്ന് എടുക്കാറുണ്ടായിരുന്നില്ല. പാരിതോഷികമായി വല്ലതും കിട്ടിയാൽ അതിൽ നിന്നൽപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കും, ബാക്കിയെല്ലാം അവർക്ക് നൽകും. ഇതായിരുന്നു പതിവ്. ഈ പാലിന് വേണ്ടി അവരെ വിളിക്കാൻ പറഞ്ഞത് എന്നെ വിഷമിപ്പിച്ചു. അവർക്കെല്ലാവർക്കും കൂടി പാല് കൊണ്ട് എന്താണ് ഗുണമെന്ന് ഞാൻ ആത്മഗതം ചെയ്തു. ഈ പാല് കുടിക്കാൻ ഏറ്റവും അർഹൻ ഞാനല്ലേ? വിളിച്ചാൽ അവരൊക്കെ വന്നേക്കും. ഈ പാൽ അവർക്ക് കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ പിന്നെ അതിൽ നിന്നിട്ടും എനിക്ക് കിട്ടിയില്ലെന്നും വരും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതിരിക്കാൻ വയ്യതാനും. അങ്ങനെ ഞാൻ അവരെ വിളിക്കാൻ പോയി. വിളിച്ചപ്പോൾ അവരെല്ലാവരും വന്ന് അകത്തേക്ക് കടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. അവിടുന്ന് അനുമതി നൽകി. അവർ വീട്ടിനകത്തുള്ള സൗകര്യത്തിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു പറഞ്ഞു, നീ പാലെടുത്തവർക്ക് നൽകുക. ഞാൻ പാത്രമെടുത്ത് ഓരോരുത്തർക്കും പാല് കൊടുത്തു തുടങ്ങി. ഓരോരുത്തരും ദാഹം തീരുവോളം കുടിച്ചാൽ പാത്രം എനിക്ക് തിരിച്ചു തരും. ഞാനത് അടുത്തയാൾക്ക് കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും കുടിച്ച് ദാഹം തീർത്തു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമായി അവിടുന്ന് പാൽപാത്രം എടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനും നീയും ബാക്കിയുണ്ട്. താങ്കൾ പറഞ്ഞത് വാസ്തവമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വന്നിരുന്ന് പാൽ കുടിക്കൂ. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു. ഞാനിരുന്ന് കുടിച്ച് പിന്നെയും അവിടുന്ന് പറഞ്ഞു, കുടിച്ചെനിക്ക് മതിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും കുടിക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു, സത്യദൂതനായി താങ്കളെ നിയോഗിച്ച അല്ലാഹുവാണ്. ഇനി കുടിക്കാൻ എന്റെ വയറ്റിൽ തീരെ വഴിവില്ല റസൂലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ അതിങ്ങോട്ട് കാണിക്കൂ. ഞാൻ ആ പാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അവിടുന്ന് അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു അതിൽ ബാക്കിയുള്ള പാൽ കുടിച്ചു. ബുഖാരി 11:240-246 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂല് ഒരു മുന്തയിലുണ്ടായിരുന്ന പാല് ഈ ഹദീസിൽ നിന്ന് എത്രയെല്ലാം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് ഒന്ന്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരാളുടെ കൂടെ ചെല്ലുമ്പോഴും നമ്മൾ ആ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ സമ്മതം ചോദിക്കണം. അങ്ങനെയാണ് ഇവിടെ കൂടെ ചെന്ന് വിളിച്ചു കൊണ്ടുപോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അകത്തേക്ക് കടക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രത്തോളം വിശപ്പ് അനുഭവിച്ചാണ് നടന്നതെന്ന് നാം മനസ്സിലാക്കണം. എത്രത്തോളം വിശപ്പന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി ഒരു മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് എത്രത്തോളം വിഷമം അനുഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടിലിന്റെയും ഇടയിൽ ബോധരഹിതനായി വീണ് കിടക്കാറുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്.
ഇതൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ച് ചിലർ വന്ന് എന്റെ പിരടിയിൽ ചവിട്ടും. യഥാർത്ഥത്തിൽ എനിക്ക് ഭ്രാന്തുണ്ടായിരുന്നില്ല, വിശപ്പായിരുന്നു എന്റെ പ്രശ്നം, വിശപ്പ് മാത്രം. ബുഖാരി 13,258. എങ്ങനെയുണ്ട്? എവിടെയാ കിടക്കുന്നത്? റസൂലുള്ളാന്റെ ഇന്നത്തെ റൗദയുടെയും മിമ്പറിന്റെയും ഇടയിൽ കിടക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എങ്ങനെ കിടക്കുമായിരുന്നു? ബോധരഹിതനായി ആളുകൾ ഭ്രാന്തനാണെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് കിടത്തം. പക്ഷേ സത്യത്തിൽ ഭ്രാന്തായിരുന്നില്ല, വിശപ്പായിരുന്നു അദ്ദേഹത്തെ ബോധരഹിതനാക്കിയിരുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുമ്പോൾ അവിടുത്തെ പടയങ്കി 30 സ്വാഅ് ബാർലിക്ക് ഒരു യഹൂദിയുടെ അടുക്കൽ പടയത്തിലായിരുന്നു. ബുഖാരി 672-73, മുസ്ലിം 1603 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുമ്പോ അവിടുത്തെ പടയങ്കി 30 സ്വാഅ് 96 ലിറ്റർ ബാർലിക്ക് ഒരു യഹൂദിയുടെ അടുക്കൽ പടയത്തിലായിരുന്നു അത്രേ. ആയിഷ റളിയല്ലാഹു അൻഹ ആണ് പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണം. നമ്മളൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയങ്കി ബാർലിക്ക് പകരം പണയം വെച്ചിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ബാർലിയും റൊട്ടിയും കാറിയ നെയ്യുമായി ചെന്നിട്ടുണ്ട്. അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാകെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു സ്വാഅ് ഭക്ഷണമല്ലാതെ ഉണ്ടായിരുന്നില്ല. അവരാവട്ടെ 9 വീട്ടുകാരുണ്ടായിരുന്നു. 3.2 ലിറ്റർ ഭക്ഷണമല്ലാതെ ഉണ്ടായിരുന്നില്ല 9 വീട്ടുകാർക്കും കൂടെ. ബുഖാരി 599 100 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അഹ്ലു സുഫയിൽപ്പെട്ട 70 പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും ഒരു ഉടുമുണ്ടോ ഒരു പുതപ്പോ അല്ലാത്ത രണ്ടാം മുണ്ടുണ്ടായിരുന്നില്ല. അവരത് പിരടിയിൽ കെട്ടിയിടും. അതിൽ ചിലത് കണങ്കാലിന്റെ പകുതി വരെ, ചിലതും നെരിയാണി വരെയും എത്തുന്നതായിരുന്നു. നഗ്നത പുറത്ത് കാണുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ അവർ കൈകൊണ്ട് ആ വസ്ത്രം കൂട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു. ബുഖാരി 1447 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഈന്തപ്പനനാര് നിറച്ച ഒരു തോലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ വിരിപ്പിന്റെ അടയാളം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കവേ ഒരു അൻസാരി വന്ന് സലാം പറഞ്ഞ ശേഷം അല്പം പിന്നോട്ട് മാറി നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അൻസാരി സഹോദര, എന്റെ സഹോദരൻ സഈദിന്റെ വർത്തമാനം എന്താണ്? അദ്ദേഹത്തിന് സുഖം തന്നെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞങ്ങളും കൂടെ എഴുന്നേറ്റു. ഞങ്ങൾ 10-ലധികം പേരുണ്ടായിരുന്നു. ഞങ്ങളിൽ ആർക്കും ചെരിപ്പോ കാലുറയോ തൊപ്പിയോ കുപ്പായമോ ഇല്ലായിരുന്നു. ആ ഊഷര ഭൂമിയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം മാറി നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അദ്ദേഹത്തിനടുത്ത് ചെന്നു. മുസ്ലിം 925 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമ്രാൻ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ എന്റെ കാലക്കാരാണ്, പിന്നെ അവരോടടുത്തവരും, പിന്നെ അവരോടടുത്തവരുമാണ്, 1, 2, 3 നൂറ്റാണ്ടിലുള്ളവർ. ഇങ്ങനെ 2, 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ശേഷം അവിടുന്ന് തുടർന്നു, പിന്നെ അവർക്ക് കുറെ പിൻഗാമികൾ ഉണ്ടാകും. ആവശ്യപ്പെടാതെ തന്നെ അവർ സാക്ഷി നിൽക്കും, വഞ്ചിക്കും, ഒന്നും അവർ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. അവർ നേർച്ചുനേരും പക്ഷേ വീടുകയില്ല. തടിച്ചു കൊടുത്തവരായിരിക്കും അവര്. ബുഖാരി 5:190-191, മുസ്ലിം 2535 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ, ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നതെന്തും ദാനം ചെയ്യുന്നതാണ് ഉത്തമം. അത് സംഭരിച്ചു വെക്കുന്നത് നാശമാണ്. കഷ്ടിച്ച് ജീവിക്കാനുള്ള ധനം ആക്ഷേപകരമല്ല. ആശ്രിതർക്ക് കൊടുത്തുകൊണ്ടാണ് ധർമ്മം തുടങ്ങേണ്ടത്. തിർമിദി 2344 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൂട്ടുകുടുംബങ്ങളിൽ നിർഭയനും ആരോഗ്യവാനും അതാത് ദിവസത്തെ ജീവിതത്തിന് ആവശ്യമായ ആഹാരം കൈവശമുള്ളവനുമാണെങ്കിൽ ഭൗതിക സുഖങ്ങളാകമാനം നിങ്ങൾക്ക് കൈവന്ന പോലെയാണത്. തിർമിദി 2347 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നൽകിയതിന് സംതൃപ്തനും ഉപജീവനത്തിന് മാത്രം ആഹാരവുമുള്ള സത്യവിശ്വാസി വിജയിച്ചിരിക്കുന്നു. മുസ്ലിം 1054 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫളാല റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിലേക്ക് മാർഗദർശനം ലഭിക്കുകയും കഷ്ടിച്ച് ഉപജീവനം കഴിക്കാൻ മാത്രം കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്നവനാണ് സർവ്വസന്തോഷവും. തിർമിദി 2350 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ കുടുംബവും ഒട്ടിയ വയറുമായി രാത്രികളിൽ കഴിച്ചു കൂട്ടാറുണ്ടായിരുന്നു. അവർക്ക് അത്താഴത്തിന് ഒന്നും കിട്ടിയിരുന്നില്ല. ബാർലിയുടെ റൊട്ടിയായിരുന്നു അവർ അധികവും കഴിച്ചിരുന്നത്. തുർമിദി 2361 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫളാല റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടിണി കിടന്നത് കാരണം നിൽക്കാൻ കഴിയാതെ പലരും നിലംപതിക്കാറുണ്ടായിരുന്നു. അഹ്ലുസുഫയിൽ പെട്ടവരായിരുന്നു അവര്. ഇത് കാണുമ്പോൾ അഹ്റാബികൾ പോലും ഇവർ ഭ്രാന്തന്മാരായിരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ നേരെ തിരിഞ്ഞു പറയും, അല്ലാഹുവെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ചെങ്ങാനും നിങ്ങൾ അറിയുന്ന പക്ഷം കൂടുതൽ അല്ലലും അലറ്റലും ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. തിർമിദി 2369 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മിഖ്ദാം റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടുണ്ടാവില്ല. തന്റെ നട്ടല് നിവർത്തി നിർത്താനുള്ള ഭക്ഷണം മതി മനുഷ്യരെ. ഇനി കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണത്തിനും 1 ഭാഗം പാനീയത്തിനും 1 ഭാഗം ശ്വാസോച്ഛ്വാസത്തിനുമായി ഭാഗിച്ചു കൊള്ളട്ടെ. തിർമിദി 2381 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വയറിനെ 3 ഭാഗമായി തിരിച്ച് 1 ഭാഗം ഭക്ഷണത്തിന്, 1 ഭാഗം വെള്ളത്തിന്, 1 ഭാഗം ശ്വാസം വിടാന്, അഥവാ വയറ് ഫുള്ള് നിറക്കരുത് എന്നർത്ഥം. ഇയാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ തിരുനബിയുടെ സന്നിധിയിൽ വെച്ച് സഹാബികൾ ലൗകിക സുഖങ്ങളെ സംബന്ധിച്ച് ഭൗതിക സുഖങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ ലളിത ജീവിതം ഈമാനിന്റെ ഭാഗമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അബൂദാവൂദ് 4161 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഹിജ്റ 8-ാം വർഷം ഒരു ഖുറൈശി സംഘത്തെ നേരിടാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അയച്ചു. ഒരു തോൽപാത്രം നിറയെ കാരക്ക മാത്രമേ ഭക്ഷണമായി ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ. ആ ആഹാര സമയമാകുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഓരോ കാരക്കയുമായി വരുമായിരുന്നു, ഓരോ കാരക്ക തരുമായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് എന്താണ് ചെയ്തിരുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങൾ നുണയാറുള്ളത് പോലെ ഞങ്ങളത് നുണയുകയും മേലെ അല്പം വെള്ളം കുടിക്കുകയും ചെയ്യും. എന്നാൽ രാത്രി വരെ ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. വടികൊണ്ട് ഇല തല്ലിക്കൊഴിച്ചു നനച്ചു ഭക്ഷിക്കാറുമുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കടൽ തീരത്ത് കൂടി സഞ്ചരിച്ചപ്പോൾ വലിയ മണൽക്കൂന പോലെ എന്തോ ഒന്ന് കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ അംബർ എന്ന് പേരുള്ള ഒരു മത്സ്യമായിരുന്നു അത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശവമാണിത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ശവമാണെങ്കിലും നമുക്കത് ഉപയോഗിക്കുന്നത് തെറ്റില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരാണ് നാം. അള്ളാഹുവിന്റെ മാർഗത്തിലുമാണ് നിശ്ചയം. ഇപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഇത് ഭക്ഷിച്ചു കൊള്ളുക. ആ മാംസം ഭക്ഷിച്ചു ഞങ്ങൾ 1 മാസം അവിടെ കഴിഞ്ഞു. ഞങ്ങൾ 300 പേരുണ്ടായിരുന്നു. കാളയുടെ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായി ഞങ്ങൾ അതിന്റെ മാംസം മുറിച്ചെടുത്തു. വേവിച്ചായിരുന്നു ഭക്ഷിച്ചിരുന്നത്. അതിന്റെ കണ്ടടത്തിൽ നിന്ന് വലിയ തൊട്ടികൾ ഉപയോഗിച്ച് എണ്ണ കോരിയെടുത്തത് ഞാൻ ഓർക്കുന്നു. 13 പേരെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിന്റെ കണ്ടടത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അത്രയും വിശാലമായിരുന്നു അത്. ആ മാംസം കഴിച്ചു. ഞങ്ങളുടെ ശരീരം തടിച്ചു കൊഴുത്തു.
അതിന്റെ വാരിയല്ലുകളിൽ എന്നെടുത്ത് നിവർത്തി വെച്ചായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരം വെച്ച് കെട്ടിയിരുന്നത്. അതിന്റെ ചുവട്ടിലൂടെ ആ ഒട്ടകം കടന്നുപോയി. കുറെ മാംസം ഞങ്ങൾ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്ത ആഹാരമാണ്. ആ മാംസത്തിൽ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും തിന്നാൻ തന്നാലും ഞങ്ങൾ അതിൽ നിന്ന് അല്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. അവിടുന്ന് അത് ഭക്ഷിക്കുകയും ചെയ്തു. മുസ്ലിം 1935 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായ കൈ മണിക്കണ്ഠം വരെയായിരുന്നു. അബൂദാവൂദ് 4027, തിർമിദി 1765 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു? ഫുൾ കൈ ഷർട്ട്. ആ ഫുൾ കൈ ഷർട്ടാണ്. അതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായ കൈ മണിക്കണ്ഠം വരെയായിരുന്നു. കയ്യിന്റെ മണിക്കണ്ഠം, ഞാൻ നിര്യാണി എന്നാണ് ഇന്നലെ പറഞ്ഞത്, അത് മണിക്കണ്ഠമാണ്. കയ്യിന്റെ നിര്യാണിയല്ലേ, കയ്യിന് മണിക്കണ്ഠം എന്നാ പറയാം. ഇന്നലെ തെറ്റിപ്പോയി. എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്കറിയാം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഖന്തക് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിക്കവേ വെട്ടേൽക്കാത്ത വിധം കാഠിന്യമേറിയ ഒരു പാറ പ്രത്യക്ഷമായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമറിയിച്ചു. അവിടുന്ന് ഞാൻ ഇറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പുറപ്പെട്ടു. മൺവെട്ടിയെടുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ പാറ മണൽത്തരിയായി മാറി. കഠിനമായ വിശപ്പ് കാരണം അവിടുത്തെ വയറ്റിന്മേൽ കല്ല് വെച്ച് കെട്ടിയിരുന്നു. രുചിച്ചു നോക്കാൻ പോലും ഭക്ഷണം കിട്ടാത്ത വിധം 3 ദിവസം ഞങ്ങൾക്ക് അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. റസൂലിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ എന്നെ ഒന്ന് വീട്ടിൽ പോവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അവിടുന്ന് അനുവദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അസഹ്യമായ വിശപ്പുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നിന്റെ അടുത്ത് ആഹാരം വല്ലതുമുണ്ടോ? അവൾ പറഞ്ഞു, ഇവിടെ കുറച്ച് ബാർലിയും ഒരാട്ടിൻകുട്ടിയുമുണ്ട്. ഉടനെ ഞാൻ ആടിനകത്ത് ബാർലി പൊടിച്ചു മാംസ ചട്ടിയിലാക്കി. മാവ് പാകപ്പെടുന്നേയുള്ളൂ. ചട്ടി അടുപ്പത്തിരുന്നു. തിരക്കാറായിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് രഹസ്യമായി പറഞ്ഞു, വീട്ടിൽ കുറച്ച് ഭക്ഷണമുണ്ട്, അങ്ങ് 1-2 പേരും വന്നാലും. അപ്പോൾ അതെത്രയുണ്ടെന്ന് അവിടുന്ന് ചോദിച്ചു. ഞാനുള്ളത് വ്യക്തമായി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് വളരെ നല്ലതാണ്, അത് തന്നെ ധാരാളം. നീ അവളോട് ഞാൻ വരുന്നത് വരെ ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കരുതെന്നും ചട്ടിയിൽ നിന്ന് പത്തിരി എടുത്തു മാറ്റരുതെന്നും പറയുക. തുടർന്ന് അവിടുന്ന് എല്ലാവരോടുമായി പറഞ്ഞു എഴുന്നേറ്റ് പുറപ്പെടുക. അൻസാരികളും മുഹാജിറുകളും എഴുന്നേറ്റു. ഞാൻ ഉടനെ വീട്ടിലെത്തി ഭാര്യയോട് കാര്യം പറഞ്ഞു. കാര്യം കഷ്ടമായല്ലോ. മുഹാജിറുകളും അൻസാരികളും കൂടെയുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയുള്ളതിനെ പറ്റി നിങ്ങളോട് ചോദിച്ചിരുന്നോ എന്ന് അവൾ ചോദിച്ചു. ഞാൻ അതെ എന്ന് പറഞ്ഞു. അവർ വീട്ടിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് കയറുക, തിക്കും തിരക്കും ഉണ്ടാക്കരുത്. പിന്നെ അവിടുന്ന് പത്തിരി മുറിക്കാനും മാംസം അതിന്മേൽ കോരി വെക്കാനും തുടങ്ങി. ഓരോ പ്രാവശ്യം പത്തിരിയും ഇറച്ചിയും എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ പാത്രങ്ങൾ മൂടി വെച്ചിരുന്നു. പിന്നെ കോരിയെടുത്തത് വിളമ്പും, പിന്നെയും കോരിയെടുക്കും, വിളമ്പും. ഇങ്ങനെ അവർക്കെല്ലാം വയറു നിറയുന്നത് വരെ അവിടുന്ന് പത്തിരി മുറിച്ചിടുകയും കറി കോരി ഒഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും ബാക്കി വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി നീ തിന്നുക, ഹദിയ നൽകുകയും ചെയ്യുക, കാരണം ജനങ്ങളെല്ലാം പട്ടിണി ബാധിച്ചിരിക്കുന്നു. ബുഖാരി 7304-307, മുസ്ലിം 2039 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖന്തഖ് യുദ്ധത്തിന് കിടങ്ങ് കുഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ വിശപ്പ് അനുഭവിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ഉടനെ ഞാൻ ഭാര്യയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇവിടെ വല്ലതുമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഠിന വിശപ്പുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ ഒരു സ്വായ് ബാർലിയുടെ തോൽപാത്രം എനിക്ക് എടുത്തു തന്നു. ഞങ്ങൾ വളർത്തുന്ന ഒരാട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു. വീട്ടിൽ ഞാൻ അതിനെ അറുത്ത് കഷ്ണമാക്കിയപ്പോഴേക്കും അവൾ ബാർലി പൊടിച്ചു. ഞാൻ മാംസം ചട്ടിയിലാക്കിയ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ അവൾ ഓർമ്മപ്പെടുത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരെയും ഒന്നിച്ചു കൂട്ടി വന്ന് എന്നെ നിങ്ങൾ വഷളാക്കരുത്. ഞാൻ തിരുസന്നിധിയിൽ ചെന്ന് അവിടുത്തോട് രഹസ്യമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിലുള്ള ഒരാട്ടിൻകുട്ടിയെ ഞാൻ അറുത്തിട്ടുണ്ട്. ഒരു സ്വായ് ബാർലി ഉണ്ടായിരുന്നത്,
അവൾ പൊടിച്ചു വെച്ചിട്ടുമുണ്ട്. അതിനാൽ അങ്ങും കൂടെ കുറച്ചു പേരും വന്നാലും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞു, കിടങ്ങ് കുഴിക്കുന്നവരെ, ജാബിറിദാ സദ്യ ഒരുക്കിയിരിക്കുന്നു, എല്ലാവരും വേഗം വരിക. എന്നോട് അവിടുന്ന് പറഞ്ഞു, എല്ലാവരും വേഗം വരിക എന്ന് അവിടുന്ന് പറഞ്ഞു. ഞാൻ വരുന്നത് വരെ, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ കുഴച്ചു വെച്ച മാവ് കൊണ്ട് പത്തിരി ചുടുകയോ കരിച്ചട്ടി അടുപ്പിൽ നിന്നിറക്കി വെക്കുകയോ ചെയ്യരുത്. ഞാൻ വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളുടെ മുമ്പിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. ഭാര്യയുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവൾ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തി. ഞാനെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് അവളെ സമാധാനിപ്പിച്ചു. അവൾ കുഴച്ച മാവ് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചു. അവിടുന്ന് അതിൽ തുപ്പുകയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് കരിച്ചട്ടിയുടെ അടുത്ത് ചെന്ന് അതിലും തുപ്പുകയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം പറഞ്ഞു, നിന്റെ കൂടെ പത്തിരി ഉണ്ടാക്കാൻ പരിചയമുള്ള ഒരു സ്ത്രീയെ കൂടി വിളിച്ചുകൊള്ളുക. കരിച്ചട്ടിയിൽ നിന്ന് മാംസം കോരിയെടുക്കുക, അടുപ്പിൽ നിന്നിറക്കി വെക്കരുത്. അവർ 1000 പേരുണ്ടായിരുന്നു. അല്ലാഹുവാണേ, അവരെല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു പിരിഞ്ഞു പോയി. അപ്പോഴും ഞങ്ങളുടെ കരിച്ചട്ടി മുമ്പത്തെ പോലെ തന്നെ തിളക്കുകയും ഞങ്ങൾ മാവ് കൊണ്ട് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു. ലളിത ജീവിതം, സഹപ്രവർത്തകരോടുള്ള സ്നേഹം, സൽക്കാരപ്രിയം, ഇജ്ജത്ത്, ബറക്കത്ത്, പ്രാർത്ഥിക്കൽ ഇത്യാദി കാര്യങ്ങളെല്ലാം പരാമർശിച്ച ഹദീസാണ് ഇത്. എന്തൊക്കെയാണ് ഈ ഹദീസിലുള്ളത്? ഒന്ന്, എത്ര വിശപ്പ് സഹിച്ചും സഹപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുക. 2, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് തന്റെ ഉമരീനിലൂടെ ആ മുഅ്ജിസത്ത് പ്രകടമായത്, ആ ബർക്കത്ത് പ്രകടമായത്. മറ്റൊന്ന്, അതിഥികളെ സൽക്കരിക്കുന്നതിന്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന് വളരെ പുണ്യമുള്ള കാര്യമുണ്ട്, പുണ്യമാക്കപ്പെട്ട കാര്യമാണ് എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ഹദീസാണിത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹിന്റെ തിരുദൂതർ അനുഭവിച്ച കഷ്ടതകൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ആ കഷ്ടതകളുടെ 100% പോലും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കണം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ഉമ്മു സലൈമിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിഞ്ഞ സ്വരം കേട്ടിട്ട് അവിടുന്ന് വല്ലാത്ത വിശപ്പ് അനുഭവിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. നിന്റെ അടുത്ത് ആഹാരം വല്ലതുമുണ്ടോ? ഉമ്മു സലൈം ഉടനെ കുറെ റൊട്ടി കഷ്ണങ്ങൾ എടുത്ത് തന്റെ മുഖമക്കനയുടെ അറ്റത്ത് പൊതിഞ്ഞു കെട്ടി എന്റെ വസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. മക്കനയുടെ മറ്റേ അഗ്രം എന്റെ ശരീരത്തിലേക്ക് ഇട്ടു തന്നു. എന്നിട്ട് എന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ അതുമായി ചെന്നപ്പോൾ അവിടുന്ന് പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. കൂടെ കുറെ സഹാബികളുമുണ്ട്. എന്നെ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിന്നെ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അയച്ചതാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ ശേഷം കൂടെയുള്ളവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവരെല്ലാവരും എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. ഞാൻ അവരുടെ മുമ്പിൽ പോയി അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമ്മു സലൈമേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം വരുന്നു. അവർക്ക് ഭക്ഷണം നൽകാൻ നമ്മുടെ അടുത്ത് ഒന്നുമില്ലല്ലോ, നാം എന്ത് ചെയ്യും? അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാമെന്നായിരുന്നു ഉമ്മു സലൈമിന്റെ പ്രതികരണം. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു മുന്നോട്ട് ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റു. അദ്ദേഹത്തോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അകത്തേക്ക് കയറി. അവിടുന്ന് പറഞ്ഞു, ഉമ്മു സലൈമേ, ഇവിടെയുള്ളത് കൊണ്ടുവരൂ. അവർ ആ റൊട്ടി തിരുമുമ്പിൽ കൊണ്ടുവച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന പ്രകാരം ഞാൻ അതൊക്കെ പൊടിച്ചു. ഉമ്മു സലൈം അതിലൊരു നെയ്പാത്രം ഞെക്കി ഒഴിച്ച് അതിന് കറിയുമാക്കി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ അതിൽ മന്ത്രിച്ചു പറഞ്ഞു. 10 പേർക്ക് അകത്തേക്ക് വരാൻ അനുവാദം നൽകുക. അങ്ങനെ 10 പേർ വന്ന് വയർ നിറയെ ഭക്ഷിച്ചിട്ട് പുറത്തിറങ്ങി. പിന്നെയും 10 പേരെ വിളിക്കാൻ അവിടുന്ന് പറഞ്ഞു. 10 പേർ കൂടി വന്നു വയറു നിറയെ ഭക്ഷിച്ചു പുറത്തിറങ്ങി. പിന്നെയും 10 പേരെ വിളിച്ചു, അവരും ഭക്ഷിച്ചു. ഇങ്ങനെ 10 പേർ വീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നവരെല്ലാം വയറു നിറയെ ഭക്ഷിച്ചു. അവർ 70 80 പേരുണ്ടായിരുന്നു. ബുഖാരി 6429 432 9460 മുസ്ലിം 2040 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
മറ്റൊരു നിവേദനം 10 പേർ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ 10 പേർ അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നീട് ബാക്കി വന്നതെല്ലാം ഒന്നിച്ചു കൂട്ടിയപ്പോൾ അത് ആദ്യം ഉണ്ടായിരുന്നത്ര തന്നെ ഉണ്ടായിരുന്നു. മറ്റൊരു നിവേദനം 10 പേർ വീതം 80 ആളുകൾ കഴിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും കഴിച്ചു. എന്നിട്ടും ആ ഭക്ഷണം ബാക്കി ഉണ്ടായിരുന്നു. മറ്റൊരു നിവേദനത്തില് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടുന്ന് വയറിന് ഒരു തുണിക്കഷ്ണം വരിഞ്ഞു കെട്ടി കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നത് കണ്ടു. അവരിൽ ചിലരോട് ഞാൻ വിശപ്പ് കാരണം അവരിൽ ചിലരോട് ഞാൻ ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് വയറിന്മേൽ തുണി കെട്ടിയിരിക്കുന്നത്? വിശപ്പ് കാരണം എന്നാണെന്ന് അവർ പറഞ്ഞു. ഉടനെ ഞാൻ അബൂ തൽഹയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മുസ്ലിമിന്റെ ഭർത്താവാണ് അദ്ദേഹം. ഉപ്പാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയറിന്മേൽ ഒരു തുണിക്കഷ്ണം കെട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. ചില സഹാബികളോട് ചോദിച്ചപ്പോൾ വിശന്നിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അബൂ തൽഹ എന്റെ ഉമ്മയുടെ അടുത്ത് ചെന്നു, നിന്റെ പക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇവിടെ കുറച്ച് റൊട്ടി കഷ്ണങ്ങളും കുറച്ച് കാരക്കയുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് വന്നാൽ വയറ് നിറച്ച് കൊടുക്കാനുണ്ടാകും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതവർക്ക് തികയില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും അങ്ങനെ തിരിച്ചു വരികയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ മന്ത്രിക്കുകയും ചെയ്യുകയും അങ്ങനെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പിന്നീടുള്ളതുപോലെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ജീവിത രീതികൾ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും അരപ്പട്ടിണിയിലും മുഴുപ്പട്ടിണിയിലുമായിട്ടുള്ള ജീവിതമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ ജീവിത രീതിയാണ് നാം എല്ലാവരും പിൻപറ്റേണ്ടതും. ആധുനിക യുഗത്തിലെ പല സൗകര്യങ്ങളുമുണ്ട്, നമുക്കറിയാം, പല സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ അതിലൊക്കെ മിതത്വം പാലിക്കാൻ ശ്രമിക്കുക. ആ സൗകര്യങ്ങളുടെ ഏറ്റവും വലിയത് തന്നെ നമുക്ക് വേണമെന്ന ആ ഒരു ചിന്താഗതി വിട്ട് ആ സൗകര്യങ്ങളുടെ ഏറ്റവും താഴ്ന്നത് നമ്മൾ സ്വീകരിക്കുക. വലിയ വീട് വെച്ച് ആ വീട്ടിൽ വലിയ മാർബിള്, വലിയ ഗ്രാനൈറ്റിന്റെ കൊട്ടാരം പാർക്കണമെന്നും ഉണ്ടാകാം. പക്ഷേ അതിൽ പാർക്കുന്ന ആളുകൾക്കും സാധാരണ രീതിയിലുള്ള ഒരു വീട് വെച്ച് ആധുനിക യുഗത്തിലെ സൗകര്യങ്ങൾ വെച്ച് വാർപ്പിട്ട് ഒന്ന് തേച്ച് കുറച്ച് പെയിന്റൊക്കെ അടിച്ച് ചെറിയ രീതിയിലും വീടുണ്ടാക്കാൻ സാധിക്കും. 2 രീതിയിലും വീടുണ്ടാക്കാൻ സാധിക്കും. പെരുമ നടിച്ച് വലിയ രീതിയിലും വീടുണ്ടാക്കാൻ സാധിക്കും. അതല്ല, താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അതിൽ നമ്മൾ ഏത് ഉൾക്കൊള്ളണം? ആധുനിക യുഗത്തിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ വീടുണ്ടാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ അക്കാലഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ജീവിതം ഏതായിരുന്നു? അതായിരുന്നു തിരഞ്ഞെടുത്തത്. നമുക്കതിനേക്കാൾ താഴാൻ കഴിയുമെങ്കിൽ നമ്മൾ അത് തന്നെ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് എനിക്ക് നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. പഠിച്ചത് മനസ്സിൽ നിൽക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ദീനീ പ്രബോധന പ്രവർത്തന മേഖലകളിൽ നിറഞ്ഞു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അവന്റെ ഔദാര്യത്താൽ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ക്ലാസ് തുടങ്ങാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ ക്ലാസ് തുടർന്നുകൊണ്ട് തന്നെ പോകണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യണം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ഒരു പക്ഷേ നമ്മളുടെ ക്ലാസ് ഒരാഴ്ച വരെ ചിലപ്പം
നിലക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. മാത്രമല്ല, ആ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇതിന്റെ ബാക്കി ഭാഗം തീർച്ചയായിട്ടും നമുക്ക് കഴിയുമെങ്കിൽ നാളെ തന്നെ, ഇല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഈ 21-ാമത്തെ ദിവസമാണ് ഇന്നെങ്കിൽ 22-ാമത്തെ ദിവസമായിട്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് തുടർന്നു കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അവന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിലും അവിടുത്തോടുള്ള ഹുബ്ബിലും നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.